ഹ്യൂമൻ മൊറാലിറ്റീസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയുമായി പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും, പ്രധാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നിലകൊള്ളുന്നത് പ്രകൃതിയിൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു ചെടി നടുകയോ മരം നട്ടുപിടിപ്പിക്കുകയോ ചെയ്യുകയും അതിൽ നിന്നൊരു മനുഷ്യനോ മൃഗമോ പക്ഷിയോ ഭക്ഷിക്കുകയും ചെയ്താൽ അത് അവനെ ഒരു സദക്കയായി രേഖപ്പെടുത്തുന്നത്. ഇന്നിപ്പോ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചും അതിന് ഉപയോഗിക്കുന്ന ചെടി കൊണ്ടുവരുന്ന കവർ പോലും ആ സിസ്റ്റം പോലും ഇപ്പോഴും പ്ലാസ്റ്റിക് വന്നിട്ടില്ല എന്നുള്ളൊരു വാസ്തവത്തിലാണുള്ളത്. നാളെ ലോകാവസാനമാണെങ്കിലും കയ്യിലുള്ള ചെടി നട്ടുപിടിപ്പിക്കണമെന്ന പ്രവാചക ശൈലിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരൽപ്പം പ്രകൃതി വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് സബാഹാണ്. സബാഹ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി സംരക്ഷണത്തിന് എത്രത്തോളം പ്രാധാന്യമാണുള്ളത്? ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യമേറിയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു മുസ്ലിം എന്ന കാര്യം നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെ വലിയ പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം ഹ്യൂമൻ മൊറാലിറ്റീസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയുമായി പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും, പ്രധാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നിലകൊള്ളുന്നത് പ്രകൃതിയിൽ തന്നെയാണ്. കാരണം മനുഷ്യരുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ഭൂമിയിൽ ജീവിച്ച് ജീവിതകാലം മുന്നോട്ട് പോകുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് വായു. വായു ഇല്ലാതെ ഒരു മനുഷ്യന് ഒരിക്കലും ഈ ഭൂമിയിൽ നിലകൊള്ളുവാൻ സാധിക്കില്ല. വായു, വെള്ളം, ഭക്ഷണം, പിന്നെ പാർപ്പിടം, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രകൃതിയാണ്, പരിസ്ഥിതിയാണ്. ആ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്ന് ചോദിക്കുമ്പോൾ അത് അവന്റെ മനുഷ്യന്റെ ജീവനെ അവൻ സംരക്ഷിക്കുന്നതിന് തുല്യമായിട്ട് കടന്നു വരുന്ന രൂപത്തിലെത്തും. ഇനി ഒരു മുസ്ലിമായ രൂപത്തിലേക്ക്, ഒരു മുസ്ലിം പ്രകൃതി സംരക്ഷിക്കുക എന്ന രൂപത്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന രൂപത്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മുസ്ലിമിന്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു തആലയും അവന്റെ ലോക മുസ്ലിമീങ്ങളുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിലായി കടന്നുപോയ ഒട്ടനവധി പണ്ഡിതന്മാരും നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും എല്ലാവരും നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം പരിസ്ഥിതി നമ്മൾ കൃത്യമായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല അവന്റെ കലാമായ ഖുർആനിലെ സൂറത്തുൽ അറാഫിലൂടെയും സൂറത്തുൽ റൂമിലൂടെയും സൂറത്തുർ റഹ്മാനിലൂടെയും ഒക്കെ ആയിട്ട് അങ്ങനെ ഒട്ടനവധി മറ്റു സൂറത്തുകളിലെല്ലാം അതിന്റെ തഫ്സീറുകളും മറ്റും നമ്മളെ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ ആയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സൂറത്തുകളുടെയും മറ്റുമെല്ലാം അല്ലാഹു തആല നമ്മളോട് നിരന്തരം പറയുകയാണ്, നിങ്ങളാരും ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, നിങ്ങൾ കടലിനെയും ഭൂമിയെയും നിങ്ങൾ ആക്രമിക്കരുത്, നിങ്ങൾ അവയെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പരിപാലിക്കണം എന്ന് അല്ലാഹു തആല നമ്മളോട് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു ഒരു മുസ്ലിമിന് ഒരു പ്രചോദനമാണ്. ആ റിമെമ്പർ അള്ളാഹു ഇങ്ങനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ്, ഒരു മുസ്ലിമിന് ഒരു പ്രചോദനമാണ്. അഥവാ നമ്മൾക്ക് ഈ പരിസ്ഥിതി സംരക്ഷിക്കുക, ഇത്തരത്തിലുള്ള ജൂൺ 5 പോലത്തെ ദിവസങ്ങള്, ജൂൺ 5 മാത്രമല്ല, എല്ലാ 366 ദിവസം 365 ദിവസവും നമ്മൾ എന്താവണം ഈ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രചോദനമാണ് നമുക്ക് അള്ളാഹുവിന്റെയും ആ ഒരു അത്തരത്തിലുള്ള നമ്മളോടുള്ള ആ ഓർമ്മപ്പെടുത്തലുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്, ഒരു മരം നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ആ മരം വളർന്നു വലുതായി അതിലെ ഓരോ ഇലകളും അതിലെ ഓരോ എലമെന്റ്സ് നമുക്ക് വേണ്ടിയിട്ട് എന്താവും സലാത്തുൽ നമുക്ക് വേണ്ടി ശുക്രനെ ചോദിക്കും എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ വെള്ളം നിങ്ങൾ പാഴാക്കരുത്. ഇസ്ലാമിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇസ്ലാമിൽ നിസ്കാരം. ഒരു മുസ്ലിമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. അതിന് വേണ്ട സാധനമാണ് ഉളു എന്നുള്ളത്. നിങ്ങൾ ആ ഉളു എടുക്കുന്നത് ഒരു നദിയിൽ നിന്ന് പോലും ആണെങ്കിലും നിങ്ങൾ വെള്ളം അമിതവ്യയം കാണിക്കരുത് എന്നാണ് നബി പഠിപ്പിച്ചത്. അപ്പോ അത്തരത്തിൽ ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് നമ്മള് പരിസ്ഥിതി സംരക്ഷിക്കുന്ന കാര്യത്തിലും പരിസ്ഥിതിയിലെ എലമെന്റ്സും പരിസ്ഥിതിയിലെ ഘടകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലുമെല്ലാം ഇസ്ലാം കൃത്യമായിട്ട് കൃത്യമായ ഒരു അവബോധം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ സമകാലിക ലോകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പുരോഗമന കാലത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കോർപ്പറേറ്റുകളും ഒരുപാട് ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിൽ ലോകത്ത് വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് പരിസ്ഥിതിയെ വളരെ വലിയ രൂപത്തിൽ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു വന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ ഒരുപാട് പരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും.
നിലവിൽ തന്നെ പെട്രോളിയവും കൽക്കരിയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഖനന വസ്തുക്കൾ, ഖനനമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നിലവിൽ അതിന്റെ സ്രോതസ്സുകൾ വളരെ എന്താ പറയാ കുറഞ്ഞു അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അതെല്ലാം നമ്മൾ പരിസ്ഥിതിയെ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ അതിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അതിനെ ദുരുപയോഗം ചെയ്യുകയും അത്തരത്തിലുള്ള നമ്മുടെ സെൽഫിഷും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഈ രൂപത്തിലേക്ക് ഭൂമി എത്തിച്ചത്. അപ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ അള്ളാഹു തആലയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു മഹാന്മാരുടെയും എല്ലാം വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ രൂപത്തിൽ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായ ഒരുപാട് ആയത്തുകളിലൂടെയും ഒരുപാട് ഹദീസുകളിലേക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു ചെടി നടുകയോ മരം നട്ടുപിടിപ്പിക്കുകയോ ചെയ്യുകയും അതിൽ നിന്നൊരു മനുഷ്യനോ മൃഗമോ പക്ഷിയോ ഭക്ഷിക്കുകയും ചെയ്താൽ അത് അവനെ ഒരു സദക്കയായി രേഖപ്പെടുത്തി വന്നത്. ആലോചിച്ച് നോക്കൂ, നാം നട്ടുപിടിപ്പിച്ച ഒരു മരത്തിന്റെ തണലിൽ ഒരാൾ ഇരുന്നാൽ പോലും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം ഒരു പുണ്യമായ കാര്യം തന്നെയാണ് ഇതെല്ലാം. അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ ആറാഫിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം അവിടെ നാശമുണ്ടാക്കരുത് എന്ന്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിനൊക്കെ ഒരു എതിര് വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ഇവിടെ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ലംഘനങ്ങൾ, ഈ നിയമങ്ങൾക്കൊക്കെ ഒരു ലംഘനങ്ങൾ, കൽപ്പനകൾക്ക് ഒരു ലംഘനങ്ങൾ കൊണ്ടുവരുന്നു. നേരത്തെ പറഞ്ഞു, കോർപ്പറേറ്റുകളും ഓർഗനൈസേഷനും ഇങ്ങനെ പുതിയ കമ്പനികൾ വരുമ്പോൾ അത് ഇതാക്കുന്നു എന്നുള്ളത്. കമ്പനികൾ എന്നതിലേക്കല്ല, മനുഷ്യർ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യർ തന്നെ ഇതിനൊക്കെ കാരണമാവുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഇസ്ലാമിക് ഒരു മതപ്രഭാഷണ പരിപാടി അല്ലെങ്കിൽ നമ്മളൊരു ഇഫ്താർ പരിപാടി നമ്മൾ നടത്തുകയാണെങ്കിൽ ആ പരിപാടിയിൽ നമ്മൾ വിതരണം ചെയ്ത ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വെള്ളത്തിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ട് തള്ളുന്നത് ഈ പ്രകൃതിയിലേക്ക് തന്നെയാണ്. ഇത് പൊതുവേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമ്പ്രദായം പ്രകൃതിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും, അത് ഒരു മുസ്ലിം എന്ന രൂപത്തിലാവട്ടെ ഒരു മനുഷ്യൻ എന്ന രൂപത്തിലാവട്ടെ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അത് പ്രകൃതിക്ക് കൃത്യമായ രൂപത്തിൽ പ്രകൃതിയോട് കരുണ കാണിക്കുന്ന രൂപത്തിലാവാൻ ഓരോരുത്തരും കൃത്യമായിട്ട് കാലത്ത് അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് അതിന് പകരം റീയൂസബിൾ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഇഫ്താർ പരിപാടിയിൽ അങ്ങനത്തെ പുതിയ സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ പുതിയ സജീവമാണ് നമ്മളെ ഈ ചുറ്റുവട്ടത്തിലല്ല. അങ്ങനത്തെ നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ അത് പ്രകൃതി നമ്മൾ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് തന്നെ മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രകൃതി സംരക്ഷണം എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തം എന്ന രൂപത്തിലേക്ക് വഴിത്തിരിഞ്ഞു വരും എന്നുള്ളതാണ്. നമുക്ക് ഇത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വ്യക്തിത്വ തലത്തിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും. നമ്മൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക, ഞാൻ ഇനി മുതൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യില്ല, ഞാൻ ഇനി മുതൽ എൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ല, ഞാൻ ഇനി മുതൽ മരങ്ങൾ വെട്ടി മുറിക്കില്ല, ഞാൻ ഇനി മുതൽ ഒരു തൈ നടും. ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻസ് നമ്മൾ എടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എന്താവുക, നമ്മുടെ ഈ ഒരു ഉത്തരവാദിത്തം നമ്മുടെ കുടുംബതലത്തിലേക്ക് വ്യാപിപ്പിക്കുക. നമ്മുടെ കുടുംബത്തിന് എന്താവുക, നമ്മളുടെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും സഹോദരന്മാരെ ആണെങ്കിലും അങ്ങനെയുള്ള ഓരോരുത്തരോടെയും നമ്മൾ പറയാം, ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യരുത്, ഇത് പ്രകൃതിക്ക് ദോഷമാകും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കുടുംബതലത്തിലേക്ക് ഈ ഉത്തരവാദിത്തത്തെ നമ്മൾ വ്യാപിപ്പിക്കുക. ശേഷം ഇത് രണ്ടും പൂർത്തിയായതിനു ശേഷം നമ്മൾ എന്താവുക, സമൂഹത്തിലേക്കും ഇതിനെ വ്യാപിപ്പിക്കുക. അപ്പോഴാണ് ഒരു കൃത്യമായ രൂപത്തിലുള്ള ഒരു ഉത്തരവാദിത്ത സഫലീകരണം അവിടെ മുസ്ലിം എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് ആ ഒരു സഫലീകരണം പൂർത്തീകരിക്കാൻ സാധിക്കും. അതെ, ഇന്നിപ്പോ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചും പല സ്ഥലങ്ങളിലും ഈ പുതിയ കൃഷികളും പുതിയ ചെടി നട്ടുപിടിപ്പിക്കുന്ന പല പരിപാടികളും നടക്കുന്നുണ്ട്. അതിന് ഉപയോഗിക്കുന്ന ചെടി കൊണ്ടുവരുന്ന കവർ പോലും ആ സിസ്റ്റം പോലും ഇപ്പോഴും പ്ലാസ്റ്റിക് വന്നിട്ടില്ല എന്നുള്ളൊരു വാസ്തവത്തിലാണ്. അതിൽ പോലും നമ്മൾ മാറി ചിന്തിക്കേണ്ടതെന്ന് ഉള്ളത് ശരിയല്ലേ? അതെ, അതിൽ പോലും നമ്മൾ മാറി ചിന്തിച്ചാലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ കൃത്യതയിലേക്ക് എത്തിക്കുള്ളൂ, പ്രായോഗിക വശത്തിലേക്ക് എത്തുള്ളൂ. വളരെ കൃത്യമായ കാര്യങ്ങളാണ് സ്വബാഹായാലും നമ്മോട് പങ്കുവെച്ചത്. ഗ്രീൻ ടുഡേ ക്ലീൻ ടുമോറോ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വലിയ പ്രഭാഷണങ്ങൾക്കപ്പുറം ഇത്തരം ചെറിയ ചുവടുവെപ്പുകളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്.
അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക, സംരക്ഷിക്കുക. മറ്റൊരു ടെറാട്ടോക്കുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.